ഹലോ ഹായ് വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ PCEET 303 എന്ന സബ്ജക്ട് കോഡുള്ള DCMT DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് DC ജനറേറ്റർ. ഓക്കെ, ആ DC ജനറേറ്ററിൽ ആർമേച്ചർ വൈൻഡിങ്സ് ഓഫ് DC ജനറേറ്റർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർമേച്ചർ വൈൻഡിങ്സ് ഓഫ് എ DC ജനറേറ്റർ. ഐ ടോൾഡ് യു DC ജനറേറ്ററിന് എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ്, പ്രധാനമായിട്ട് 2 പാർട്സ്. 7 പാർട്സ് ഉണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ 2 പാർട്സ്, സ്റ്റേറ്റർ, റോട്ടർ. അപ്പോൾ റോട്ടോറിലാണ് ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും. ഓക്കെ, ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. എന്താണ് സിംഗിൾ ലെയർ വൈൻഡിങ്, എന്താണ് ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോർ നേരത്തെ പറഞ്ഞു. ആർമേച്ചർ കോർ ഈസ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ പെർഫറി. അതിന്റെ ഔട്ടർ സർഫസിലെ സ്ലോട്ട്സുകൾ അഥവാ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ഗ്രൂവിലാണ് നമ്മൾ എന്ത് വെക്കുക? ആർമേച്ചർ വൈൻഡിങ് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ആർമേച്ചർ വൈൻഡിങ് വെക്കുമ്പോൾ ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ സൈഡ്, 2 കണ്ടക്ടർ കൂടിച്ചേരുമ്പോഴാണ് കോയിൽ ആവുക. കോയിൽ വേറെ, കോയിൽ സൈഡ് വേറെ. കണ്ടക്ടർ എന്ന് പറയുന്ന വേറെ പേരാണ് കോയിൽ സൈഡ്. കണ്ടക്ടർ ഓർ കോയിൽ എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്, കണ്ടക്ടർ ഓർ കോയിൽ സൈഡ്. കോയിലിന്റെ ഒരു സൈഡ്, കാരണം 2 കോയിൽ സൈഡ് കൂടിച്ചേരുമ്പോഴാണ് ഒരു കോയിൽ ആവുക. അതായത് 2 കണ്ടക്ടർ കൂടിച്ചേരുമ്പോഴാണ് ഒരു കോയിൽ ആവുക. അപ്പോൾ ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോയിൽ സൈഡ് ആണെങ്കിൽ സിംഗിൾ ലെയർ വൈൻഡിങ്. ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 കണ്ടക്ടർ ഓർ കോയിൽ സൈഡ്, ഇറ്റ് ഈസ് സിംഗിൾ ലെയർ വൈൻഡിങ്. ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് ഓർ കോയിൽ സൈഡ്സ്, ഇറ്റ് ഈസ് നോൺ ആസ് എ ഡബിൾ ലെയർ വൈൻഡിങ്. ഓക്കെ, ക്ലിയർ? ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ വൈൻഡിങ്, ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പോൾ സിംഗിൾ ലെയർ വൈൻഡിങ് എന്താ, ഡബിൾ ലെയർ വൈൻഡിങ് എന്താന്ന് പറഞ്ഞു. ദർ ആർ 2 കോയിൽ സൈഡ്സ് ഓർ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ആണെങ്കിൽ ഡബിൾ ലെയർ വൈൻഡിങ്. 1 കണ്ടക്ടർ ഓർ 1 കോയിൽ സൈഡ് ഇൻ ഈച്ച് സ്ലോട്ട് ആണെങ്കിൽ അത് സിംഗിൾ ലെയർ വൈൻഡിങ്. ഇനി അടുത്തത് പ്രധാനമായിട്ട് ആർമേച്ചർ. അപ്പോൾ ഇത് എത്ര സ്ലോട്ടിൽ, ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ ഉണ്ട് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ആർമേച്ചർ വൈൻഡിങ്സ് പ്രധാനമായിട്ട് 2 ടൈപ്പ് ആർമേച്ചർ വൈൻഡിങ് ആണ്. ഒന്ന് ലാപ്പ് വൈൻഡിങ്, മറ്റൊന്ന് വേവ് വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഒന്ന് ലാപ്പ് വൈൻഡിങ്, 2 വേവ് വൈൻഡിങ്. എന്താണ് ലാപ്പ് വൈൻഡിങ്, എന്താണ് വേവ് വൈൻഡിങ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. In this arrangement, armature conductors are usually in the form of coils and placed in the slots. Okay, അതായത് ആദ്യത്തെ ടൈപ്പ് വൈൻഡിങ്ങിനെ കുറിച്ച് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആർമേച്ചർ വൈൻഡിങ് ആണുള്ളത്. ഒന്ന് വേവ് വൈൻഡിങ്, മറ്റൊന്ന് ലാപ്പ് വൈൻഡിങ്. എന്താ വേവ് വൈൻഡിങ്? വേവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അല പോലെ, തിരമാല പോലെയുള്ള വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർമേച്ചർ കോയിൽസ് ആർ, ആർമേച്ചർ നേരത്തെ പറഞ്ഞു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, സ്ലോട്ടുകൾ ഉണ്ട്. ഈ ആർമേച്ചർ കോയിലുകൾ കണക്റ്റഡ് ഇൻ സീരീസ് ത്രൂ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. കാരണം ആർമേച്ചറിന്റെ എൻഡ് കണക്ഷൻ എവിടേക്കാ വരിക? കമ്മ്യൂട്ടേറ്ററിലേക്കാ വരിക. അപ്പൊ ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ത്രൂ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ആർമേച്ചർ വൈൻഡിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാരലൽ പാത്സ്. അതായത് ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ആർമേച്ചർ കോയിലുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ട്, ത്രൂ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിലൂടെ ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ത്രൂ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ആർമേച്ചർ വൈൻഡിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാരലൽ പാത്സ്. ആർമേച്ചർ വൈൻഡിങ് 2 പാരലൽ പാത്ത്. കണ്ടോ, ഒരു പാരലൽ പാത്ത്, 2 പാരലൽ പാത്ത്. ഇങ്ങനെ 2 പാരലൽ പാത്ത് ആയിട്ടാണ് ആ വൈൻഡിങ്ങിന്റെ കണക്ഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ വേവ് വൈൻഡിങ്. 2 പാരലൽ പാത്ത് ആയിട്ടാണ് ആർമേച്ചർ വൈൻഡിങ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് വേവ് വൈൻഡിങ്. ക്ലിയർ? ഇനി അതൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദർ ആർ 2 പാരലൽ പാത്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് പോൾസ് ഓഫ് ദി മെഷീൻ. അപ്പൊ ആർമേച്ചർ പാരലൽ, എത്ര പാരലൽ പാത്ത് ഉണ്ട്? 2 പാരലൽ പാത്ത്. അപ്പൊ ആർമേച്ചർ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് ആകെ 2 പാരലൽ പാത്ത് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് വേവ് വൈൻഡിങ്. അപ്പൊ നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്തിന്റെ നൊട്ടേഷൻ ആണ് A. ഈച്ച് പാരലൽ പാത്ത് ഹാസ് സെറ്റ് ബൈ 2 കണ്ടക്ടേഴ്സ്. ഇപ്പൊ ആകെ 24 കണ്ടക്ടർ ഉണ്ട് നിൽക്കാം. അപ്പൊ 12 എണ്ണം ഇവിടെയും 12 എണ്ണം ഇവിടെയും വരും. 12 കണ്ടക്ടേഴ്സ് ഒരു പാത്തില്, 12 കണ്ടക്ടേഴ്സ് മറ്റു പാത്തില്. അപ്പൊ ജനറൽ ആയിട്ട് പറയാം, ഇഫ് ദർ ആർ സെറ്റ് കണ്ടക്ടേഴ്സ് ഇൻ ആൻ ആർമേച്ചർ, സെറ്റ് ബൈ 2 കണ്ടക്ടേഴ്സ് ഇൻ ഈച്ച് പാത്ത്. ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ്, EMF ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു EMF പെർ പാരലൽ പാത്ത്. അപ്പൊ ഇതിലുണ്ടാവണ EMF 10 വോൾട്ട് ആണെങ്കിൽ ഇതിലുണ്ടാവണ EMF 10 വോൾട്ട്. അപ്പൊ 10 + 10 20 എന്നല്ല, 10 വോൾട്ട് തന്നെയാണ്. പാരലലാണ് പറയണേ, പാരലലിൽ വോൾട്ടേജ് സെയിമാ. അപ്പൊ EMF ജനറേറ്റഡ് ഇൻ ദ മെഷീൻ ഇസ് ഈക്വൽ ടു EMF ജനറേറ്റഡ് പെർ പാരലൽ പാത്ത്.
നാലാമത്തെ പോയിന്റ് ടോട്ടൽ ആർമേച്ചർ കറണ്ട് IA is equal to 2 into, കാരണം ഇവിടെയാണ് ടോട്ടൽ ആർമേച്ചർ കറണ്ട്. അപ്പൊ ഈ കറണ്ട് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ഭാഗം എന്താ കണ്ടോ, അപ്പൊ ഇതിലേക്ക് വേണ്ട, ഇതില് ഈ ടോട്ടൽ ആർമേച്ചർ കറണ്ട് പകുതി കറണ്ട് ഇതിന് ഇവിടെ 10 ആംപിയർ ഉണ്ടെങ്കിൽ 5 ആംപിയർ ഇവിടെ 5 ആംപിയർ ഉണ്ട്. അപ്പൊ ആർമേച്ചറിൽ ഉണ്ടാവുന്ന EMF ഇപ്പൊ ഇത് 5 ആംസ് ആണെന്ന് വിചാരിക്കും, ഇതും 5 ആംസ് ആണ്, കാരണം ഈക്വൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പൊ ഇവിടെ എത്ര വരിക, 10 ആംസ് ആണ് വരിക. അതാണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു 2 into കറണ്ട് പെർ പാരലൽ പാത്ത്. നാലാമത് വേവ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് മെഷീൻസ്. വേവ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് മെഷീൻസ്. ഇതാണ് വേവ് വൈൻഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ആർ 2 പാരലൽ പാത്സ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ പാരലൽ പാത്തിലും സെറ്റ് ബൈ 2 കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, EMF generated is equal to EMF generated per parallel path. EMF generated is equal to EMF generated per parallel path. അതായത് EMF generated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്തിലുള്ള EMF ആണ് അതിന്റെ EMF generated. കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് is equal to 2 into കറണ്ട് per parallel path. ടോട്ടൽ കറണ്ട് is equal to 2 into കറണ്ട് per parallel path. നാലാമത്തേത് എന്ന് പറയുന്നത് വേവ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് മെഷീൻസ്. ക്ലിയർ? ഇനി എന്താണ് ലാപ്പ് വൈൻഡിങ്? ദാ അവിടെ ആകെ എത്ര പാത്താ? 2 പാത്ത്. ഇവിടെ ആകെ എത്ര പാത്താ? ആർമേച്ചർ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ത്രൂ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് A is equal to number of poles. മറ്റോടത്ത് A is equal to 2. 10 പോൾ ഉണ്ടെങ്കിലും അവിടെ ആകെ 2 പാത്തേ ഉണ്ടാവുള്ളൂ. ഇവിടെ എത്ര പോൾ ഉണ്ടെങ്കിൽ അത്രയും പാത്ത് ഉണ്ടാവും. 10 പോൾ ഉണ്ടെങ്കിൽ 10 പാത്ത്, 6 പോൾ ഉണ്ടെങ്കിൽ 6 പാത്ത്. അപ്പൊ A is equal to 2 എന്നുള്ളതിന് പകരം A is equal to P. A is equal to കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അതായത് ഇവിടെ A is equal to 2, അവിടെ A is equal to P. ഇവിടെ എത്ര പോൾ ഉണ്ടെങ്കിലും ആകെ 2 പാത്ത്, അവിടെ എത്ര പോൾ ഉണ്ടോ അത്രയും പാത്ത്. ഞാൻ ഇതിൽ വെച്ചിട്ട് പറയാം, ഈച്ച് പാരലൽ പാത്ത് ഹാസ് സെറ്റ് ബൈ 2 കണ്ടക്ടേഴ്സ് ഇൻ സീരീസ്. അവിടെ ആകുമ്പോൾ എന്താ വരിക, ഈച്ച് പാരലൽ പാത്ത് ഹാസ് സെറ്റ് ബൈ P കണ്ടക്ടേഴ്സ് ഇൻ സീരീസ്. 2 എന്നുള്ളടത്ത് നമ്പർ ഓഫ് പോൾസ് ആക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചോ, നിങ്ങൾ വേവ് മാത്രം പഠിച്ചു വെക്കുക. എന്നിട്ട് 2 എന്നുള്ളടത്ത് എന്താക്കുക, P ആക്കുക. ഓക്കെ, ഞാനിപ്പോൾ ലാപ്പിന്റെ പറഞ്ഞ വേവ് വെച്ചിട്ട് ഞാൻ ലാപ്പിന്റെ സ്ലൈഡ് എടുക്കാതെ തന്നെ ലാപ്പ് പറയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. EMF generated is equal to EMF per parallel path. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ടിലും ഒരുപോലെ തന്നെ ആ പോയിന്റ്. ടോട്ടൽ ആർമേച്ചർ കറണ്ട് is equal to 2 into കറണ്ട് പെർ പാരലൽ പാത്ത്. 2 എന്നുള്ളടത്ത് എന്ത് വെച്ചാൽ മതി, P. ഇവിടെ 2 എന്നുള്ളടത്ത് എന്ത് വെച്ചാൽ മതി, P. ഇവിടെ 2 എന്നുള്ളടത്ത് എന്ത് വെച്ചാൽ മതി, P. അടുത്തത് വേവ് വൈൻഡിങ് ആണ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട്. ലാപ്പിൽ നേരെ തിരിച്ചു വരും, ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് മെഷീൻസ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ഈസ് കണ്ടോ, ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് മെഷീൻസ്. അപ്പൊ ഞാൻ എന്താ വേവ് വെച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പറയുമ്പോൾ എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ ലാപ്പും വേവും നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to 2, ലാപ്പിൽ A is equal to P. ഇവിടെ സെറ്റ് ബൈ 2 കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവിടെ സെറ്റ് ബൈ P കണ്ടക്ടേഴ്സ്. ഈ ഒരു സെന്റൻസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ദെൻ ടോട്ടൽ ആർമേച്ചർ കറണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു കറണ്ട് പെർ പാരലൽ പാത്തിലാണ് ലാപ്പിൽ വരിക. ഇനി ഇവിടെ വേവ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് മെഷീൻസ് ആണെങ്കിൽ ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് മെഷീൻസ്. ഓക്കെ, ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് മെഷീൻസ്. ഇനി അടുത്തത് 2-3 ടേംസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക് കഴിഞ്ഞു. എന്താണ് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 sides ഓഫ് എ കോയിൽ ഇൻ ടേംസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇതൊരു കോയിൽ സൈഡ്, ഇതൊരു കോയിൽ സൈഡ്, ഇത് കൂടിച്ചേർന്ന ഒരു കോയിൽ ഉണ്ടായി. ഈ 2 സൈഡുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് കോയിലിന്റെ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ച് എന്ന് പറയുന്നത്. എന്താന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 sides ഓഫ് എ കോയിൽ ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ് ഓർ കണ്ടക്ടേഴ്സ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ എന്നല്ല പറയാം, ഇത്ര സ്ലോട്ട് അല്ലെങ്കിൽ ഇത്ര കണ്ടക്ടേഴ്സ് എന്നാ പറയാം. ഇനി എന്താ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ 2 പോളുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent പോൾസ്. 2 അടുത്തടുത്തുള്ള പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും, ഒരു നോർത്ത് പോളിന്റെ സെന്ററും ഒരു സൗത്ത് പോളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പോൾ പിച്ച്. പോൾ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെറ്റ് ബൈ P. സെറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, P എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോൾസ്. അടുത്തത് ഇഫ് ദർ ആർ സെവറൽ സെറ്റ്സ് ഓഫ് ക്ലോസ്ഡ് വൈൻഡിങ്. ഇപ്പോ കുറേ ക്ലോസ്ഡ് വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. ആകെ ഒറ്റ വൈൻഡിങ്, മൊത്തം ഒരു വൈൻഡിങ് ഉള്ളെങ്കിൽ അത് സിംപ്ലക്സ്. മൊത്തം 2 വൈൻഡിങ് ആർമേച്ചറിൽ ഉണ്ടെങ്കിൽ അത് ഡ്യൂപ്ലക്സ്. മൊത്തം 3 വൈൻഡിങ് ഉണ്ടെങ്കിൽ അത് ട്രിപ്ലക്സ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ വൈൻഡിങ് ഒരു ആർമേച്ചറിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലക്സ് വൈൻഡിങ്. അതിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലക്സ് വൈൻഡിങ്. 4 പ്രോഗ്രസീവ് വൈൻഡിങ്. പ്രോഗ്രസീവ് വൈൻഡിങ് കൊണ്ട് റിട്രോഗ്രസീവ്. ഇത് നമ്മളെ കമ്മ്യൂട്ടേറ്ററിന്റെ എൻഡാണ് ഫ്രണ്ട് എൻഡ്. ഒരു മെഷീന്റെ കമ്മ്യൂട്ടേറ്ററിന്റെ സൈഡിൽ ചെന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ വൈൻഡിങ്ങിനെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രസീവ് വൈൻഡിങ്. ഇഫ് ദ ആർമേച്ചർ വൈൻഡിങ് പ്രോഗ്രസസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നമ്മളെ മെഷീന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റർ എൻഡ് ആണ്. അപ്പൊ കമ്മ്യൂട്ടേറ്ററിന്റെ ഭാഗത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ
ആ വശത്ത് നിന്ന് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് വൈൻഡിങ് ചുറ്റണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് വൈൻഡിങ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചുറ്റണമെന്നുണ്ടെങ്കിൽ റിട്രോഗ്രസീവ് വൈൻഡിങ്. പ്രോഗ്രസീവിന് പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡഡ് വൈൻഡിങ്. പ്രോഗ്രസീവിന് പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡഡ് വൈൻഡിങ്. മറ്റേ റിട്രോഗ്രസീവ് വൈൻഡിങ്ങിന് പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡഡ് വൈൻഡിങ്. ഇത്രയും കാര്യങ്ങളുള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ വേവ് വൈൻഡിങ് എന്താണ്, ലാപ്പ് വൈൻഡിങ് എന്ന് പഠിച്ചു. കോയിലിന്റെ 2 കോയിൽ സൈഡുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽ സൈഡ്സ് ഓഫ് എ കോയിൽ ഈസ് നോൺ ആസ് കോയിൽ പിച്ച്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent poles ഈസ് നോൺ ആസ് പോൾ പിച്ച്. അടുത്തത് എന്താ, മൾട്ടിപ്ലക്സ്. ഇഫ് there is only one winding in armature, simplex winding. If there are 2 windings in an armature, duplex winding. If there are 3 windings in an armature, triplex winding. Clear? അടുത്തത് എന്താ, പ്രോഗ്രസീവ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷീൻ്റെ ഫ്രണ്ട് എൻഡിൽ ചെന്ന് നിന്നിട്ട് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് വൈൻഡിങ് പുരോഗമിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ചുറ്റിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താ, പ്രോഗ്രസീവ് വൈൻഡിങ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് വൈൻഡിങ്. ഇഫ് ദ വൈൻഡിങ് is in the anti clockwise direction as seen from the front end or commutator ഉണ്ട്. നമ്മളെ മെഷീൻ്റെ കമ്മ്യൂട്ടേറ്റർ ഫ്രണ്ട് എൻഡിൽ ചെന്ന് നിൽക്കുക. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ ഇരിക്കുന്ന എൻഡിൽ ചെന്ന് നിന്നിട്ട് നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലാണ് വൈൻഡിങ് ചുറ്റിയിരിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിട്രോഗ്രസീവ്. റിപ്രോഗ്രസീവ് അല്ല കേട്ടോ, പ്രോഗ്രസീവും റിട്രോഗ്രസീവും. പ്രോഗ്രസീവിന് പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡഡ് വൈൻഡിങ്. റിട്രോഗ്രസീവ് വൈൻഡിങ്ങിന് പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡഡ് വൈൻഡിങ്. അപ്പോൾ ഈ 4 ടേംസുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. 2 പ്രധാനപ്പെട്ട വൈൻഡിങ് ഉണ്ട്, ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്. പിന്നെ ഒരു കോയിൽ സൈഡിൽ ഒരു സ്ലോട്ടിൽ 1 കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ, 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ. ഇത്രയും കാര്യങ്ങളാണ് ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കിനനുസരിച്ച് എഴുതാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അനുസരിച്ച് എഴുതുകയാണെങ്കിൽ അതിനനുസരിച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ എഴുതിയാൽ മതി. 3-ൽ കൂടുതൽ മാർക്ക്, ചിലപ്പോൾ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.